ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്, അജിത് കുമാർ. മഹാരാഷ്ട്രയുടെ ബോർഡറിൽ ശുശ്രൂഷിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. മഹാരാഷ്ട്രൻസിൻ്റെ ഇടയിൽ തന്നെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ഇതുവരെയും വീട്ടുകാരും വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല. കർത്താവിൻ്റെ ദാസൻ താൻ കണ്ടുമുട്ടിയതായ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഏകദേശം 10-20 വർഷത്തോളമായിരിക്കുന്നു. ആ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങളുടെ കേൾവിക്കാരുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഒക്കെ ഇത് കേട്ടാൽ എല്ലാവർക്കും അത് അനുഗ്രഹമാകും. കർത്താവിൻ്റെ മഹത്വമേറിയ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദേവദാസിനെ മഹാരാഷ്ട്രയിലെ ബെല്ലാർഷായാന്ന് പറഞ്ഞു. അവിടെ എവിടെയാണ് ബെല്ലാർഷ എന്ന് പറയുന്നിടത്ത്? അത് വേറെ സ്ഥലമുണ്ടോ? ബെല്ലാർഷ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് തൊട്ടപ്പുറത്താണ് നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. പാസ്റ്റർ ബെല്ലാർഷായി തന്നെ അല്ലേ? ഞാൻ ബെല്ലാർഷ തന്നെയാണ്. ഓക്കെ പാസ്റ്ററെ, കർത്താവോടെ സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങോട്ട് സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണേ അപ്പാ. അപ്പാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സാക്ഷ്യം അവർക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരട്ടെ കർത്താവേ. നമ്മുടെ സന്നിധിയിലേക്ക് നമ്മുടെ ദാസനെ ഏൽപ്പിക്കുന്നു, സഹായിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. പാസ്റ്ററെ, മഹാരാഷ്ട്രന്റെ ഇടയിലാണല്ലോ പാസ്റ്റർ പ്രവർത്തിക്കുന്നത് അല്ലേ? ഓക്കെ പാസ്റ്ററെ, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് നാമപ്പെടട്ടെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് നൽകി തരികയാണ്. ദേവദാസൻ തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു പാസ്റ്ററെ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നതിലും വിശേഷാല് ജോയ്സ് ടി വിയുടെ ഹോസ്റ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ അതുമാതിരി പ്രേക്ഷകര്, എനിക്കിങ്ങനെ ഇതിലേക്ക് വിളിച്ച എന്നെ പേര് പറഞ്ഞ് വിളിച്ച പ്രിയ രാജി സിസ്റ്റർ, അങ്ങനെ പ്രിയപ്പെട്ട എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് അജിത്ത് എന്നാണ്. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ ാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് യേശുവിനെ അറിഞ്ഞ് വരാനായിട്ട് ഇടയായിത്തീർന്നത്. 2008 ഞാൻ ജീവിക്കുന്ന യേശുവിനെ അറിയാൻ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം. എൻ്റെ വീട്ടിലെ മാതാവ്, പിതാവ്, ഒരു സഹോദരൻ, ഞങ്ങള് 2 പേരാണ്. അനിയൻ വിവാഹം കഴിച്ചവൻ കുടുംബസ്ഥനാണ്. ഞാനും കുടുംബസ്ഥനാണ്. 2 കുഞ്ഞുങ്ങള്, ഭാര്യ. ഞങ്ങളിപ്പോൾ ബെല്ലാർഷയിൽ കർത്താവിന്റെ വേലയിലായിരിക്കും. സ്തോത്രം. എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞാൽ ആമേൻ, ചെറുപ്പം മുതല് എല്ലാവരുടെയും മുന്നിൽ ഒരു അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ മാറിക്കൊണ്ടിരുന്നത്. സ്തോത്രം. എല്ലാവരുടെയും മുന്നിൽ എന്താ പറയുന്നത്, ഒരു കഴിവില്ലാത്ത, എല്ലാം നിരാശയുടെ ഒരു വക്കിലേക്കാണ് എൻ്റെ ചെറുപ്പകാലം പോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. പാപത്തിന്റെ ഏറ്റവും അങ്ങേറ്റം കുഴിയില് അങ്ങനെയായിരുന്നു ആ യാത്ര. ഞാൻ ഏകദേശം ഒരു 12ാം ക്ലാസ് വരെ പഠിച്ചു. ആ പഠനമൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ എന്താ പറയുന്നത്, എങ്ങനെയും ജോലി എടുത്ത് പിന്നെ കുറെ പണമൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുന്നിൽ ഒരാളായി തീരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി എൽദോസ് എന്നാണ് പേരുന്നത്. അദ്ദേഹം യുകെയിലായിരിക്കുന്നു. ഇദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ 2 പേരും കൂടെ പഠനമെല്ലാം വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ജോലി അന്വേഷിച്ച് അങ്ങനെ അങ്ങ് പോയി. എന്നാൽ ഞങ്ങള് പെരുമ്പാവൂരിന്റെ അടുത്ത കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിറബറ എന്ന് പറഞ്ഞൊരു കമ്പനി, ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു ജോലി അന്വേഷിച്ചു പോയി. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി കിട്ടി. അവിടെ ഞാനൊരു മസാലയുടെ പ്രൊഡക്ഷനിൽ എനിക്ക് കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ ചെറുപ്പം മുതലേ വണ്ടിയോടൊക്കെ ഓടിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ക്രേസ് ആയിരുന്നുകൊണ്ട്
ഞാൻ വണ്ടി ഫീൽഡിലേക്ക് അങ്ങനെ മാറി. അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ വണ്ടിയെല്ലാം ഓടിക്കാനൊക്കെ പഠിച്ച് ഞാൻ സ്വന്തമായി ലൈസൻസ് എടുത്തു. അതിനുശേഷം പിന്നെ എൻ്റെ അകത്തേക്ക് വന്നു, എങ്ങനെയാണ് വേണ്ടില്ല വണ്ടി ഒരു 3-4 വണ്ടിയൊക്കെ മേടിക്കണം. അങ്ങനെ അതിന്റെ ഒരു മുതലാളിയൊക്കെ ആയിട്ട്, ഒരു ഓണറൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ലൈഫ് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് പോന്നെങ്കിലും ഞാൻ എൻ്റെ വീടുമായിട്ടൊന്നും അത്ര വലിയ അടുപ്പമില്ല. കാരണം ഞാൻ ഈ ചെറുപ്പം മുതല് എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് അത്ര വലിയ അടുപ്പമില്ലായിരുന്നു എനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഒരു ഇതായിരുന്നു, ക്യാരക്ടറായിരുന്നു. അതുകൊണ്ടും ഞാൻ ഈ പഠനത്തിലും കാര്യത്തിലൊക്കെ മോശമായതുകൊണ്ട് എന്നെ വീട്ടുകാർ വഴക്കുറയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അവരോട് അത്ര വലിയ താല്പര്യക്കുറവായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് മാറിയായിരുന്നു. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഞാൻ ജോലിക്ക് പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ട്. അങ്ങനെ ഞാൻ വാഹനങ്ങളൊക്കെ ഓടിക്കാനൊക്കെ പഠിച്ചു. കേരളത്തിന്റെ 14 ജില്ലയിലും പോയിട്ടുണ്ട്. അങ്ങനെ ഓടിക്കാത്ത വാഹനങ്ങളില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് പിന്നെ വാഹനമൊക്കെ മേടിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ പണമൊക്കെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ സ്റ്റെപ്പ് വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കി. പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് ജോലി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെന്നാൽ ഒരു ജോലിയും കിട്ടിയില്ല. അങ്ങനെ നിരാശയുടെ വക്കിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പിന്നെ എന്ത് ചെയ്താലും അത് ജീവിതത്തിൽ സക്സസ് ആവുന്നില്ല. പിന്നെ മൊത്തം ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുവാണ്. അത്യാവശ്യം മദ്യപിക്കുകയും എന്താ പറയുന്നത് ഈ എന്താ പറയുന്നത് പാൻ മസാലകൾ എന്ന് വേണ്ട ഇങ്ങനെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ജീവിത മേഖലകളൊക്കെ വല്ലാത്ത രീതിയിൽ മോശമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ആരും അറിയുന്നില്ല. ആരോടും അറിയിക്കാതെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദൃശ്യമായിട്ടൊരു ഒരു സുഹൃത്തിനെ കിട്ടി. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, ആദൃശ്യമായിട്ട് കാണുവാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അധികം സംസാരിച്ചിട്ടുമില്ല, ഒന്നുമില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ എന്തൊക്കെയോ നിരാശയിലിരിക്കുകയാണ്, താങ്കളുടെ അകത്ത് ഒരുപാട് ഭാരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞു വളരെ കറക്റ്റാണ്. ഇതിനൊരു വഴിയുണ്ട്. ഞങ്ങൾ ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വന്നാൽ താങ്കളുടെ ജീവിതത്തിൽ ഇതിന് മാറ്റം ഉണ്ടാകുമെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അത് എവിടെയാണ്, എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പെന്തക്കോസുകാരാണോ എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, കാരണം അവർക്കൊന്നും വേറെ പണിയില്ല, നടക്കുന്ന കുറെ ആൾക്കാരൊക്കെയാണെന്ന് ഞാൻ അങ്ങനെ കളിയാക്കി വിട്ടു. എന്നാൽ പിന്നോട് ഇദ്ദേഹം പലപ്പോഴും എന്നെ ഇങ്ങനെ കാണുകയും സംസാരിക്കുകയും ഇതൊക്കെ തന്നെ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രാവശ്യം ഞാൻ എന്തായാലും തീരുമാനം എടുത്തു, എന്തായാലും ഇത്ര നാളായാലും വിളിക്കുന്നു, ഒന്ന് പോയേക്കാം, എന്റെ കാര്യം കഴിഞ്ഞിട്ട് മടങ്ങി വരാമെന്ന് ഞാൻ ഓർത്ത് ചെന്ന് അവിടെ കൂട്ടത്തിന്റെ കയറിയിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെന്തൊക്കെയോ അന്യഭാഷയാണെന്നോ അല്ലാതെ ഏതാണ്ട് വലിയ കൈകൊട്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ നടുവിൽ ഇരുന്നെങ്കിലും എന്റെ അകത്ത് അറിയത്തില്ല, ഒരു ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുക. നീ വന്നത് എന്താണ് വൃഥാവാകത്തില്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ അടുത്താ വന്നേക്കുന്നതെന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുക. അത്രമാത്രം ഞാൻ കേട്ടു. പിന്നോട് വേറെ ഒന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പാസ്റ്റർ എന്നോട് ചോദിച്ചു, എന്താ മോനെ വിഷമവും പ്രയാസവും ഒക്കെ ആയിട്ട് എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ജീവിക്കണമെന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള ഇതിലാ പോകുന്നെന്ന് പറഞ്ഞു. ഭാരപ്പെടണ്ട, മോനെ യേശു സ്നേഹിക്കുന്നു, മോനെ യേശുവിന് വേണ്ടി മോന്റെ ജീവിതം കൊടുക്കുക, ഇതിലൊരു മാറ്റം ഉണ്ടാകുന്നു. ഇന്ന് പോലും ഞങ്ങൾ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു പുതിയ നിയമത്തിന്റെ ഒരു ബൈബിളും തന്നു വിട്ടിട്ട് ഇത് വായിക്കണം, എന്നിട്ട് സൺഡേയിൽ ആരാധനയ്ക്ക് വരണം എന്നൊക്കെ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങനെ ആ ബൈബിളും പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്കാണ് പോയത്. അത് ഏകദേശം ഒരു രാത്രി 6-6:30 മണിയായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ സ്നേഹിതനും കൂടെയാണ് പഠനമൊക്കെ നിർത്തി ഇറങ്ങിയത്. ഇദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട്. എന്നാൽ പെട്ടെന്ന് ഇദ്ദേഹത്തെ ഒന്ന് വിളിക്കാന്ന് ഓർത്ത് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ചോദിച്ചു, യേശു ജീവനുള്ള ദൈവമാണോ എന്ന് ചോദിച്ചു. അതെന്താ നീ അങ്ങനെ ചോദിച്ചു? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നിങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി, ഞാൻ അങ്ങനെ ഒരു ശബ്ദവും കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ കേട്ടതല്ല ശരിയാണ്, യേശു ജീവിക്കുന്ന ദൈവം. നീ യേശുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ മാന്യതയോടെ സന്തോഷത്തോടെ നീ അത് സമർപ്പിച്ച് വേണം ഇറങ്ങാൻ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്ര എനിക്ക് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം വീടിന്റെ പുറകിൽ ഒരു കിണറുണ്ട്. കിണറെന്ന് പറഞ്ഞാൽ വെള്ളം കോരുന്നൊരു കിണർ.
അതിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അവിടെ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറെ ഇരുട്ട്, ഒരു 7 മണിയായി, ഏകദേശം ഇരുട്ടായി വരുന്നു. അങ്ങനെ നിൽക്കും. എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാ, യേശു ദൈവമാണെന്ന് എല്ലാവരും പറഞ്ഞു, ഞാനും വിശ്വസിക്കും. ഇപ്പോൾ എന്റെ ജീവിതത്തെ യേശു മാറ്റുവാണെങ്കിൽ ഞാൻ എന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവല്ല. ഒരു പ്രകാശം എൻ്റെ മേലേക്ക് ഇങ്ങനെ വന്നു. ഞാന് ഒരു പുതിയൊരു മനുഷ്യനായിട്ട് അങ്ങ് മാറുക, ഒരു ന്യൂ ക്രിയേഷൻ. ഒരുവൻ, അതായത് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. അപ്പൊ അവിടെ ക്രിസ്തു എന്നിൽ കിടന്നു വന്നപ്പോൾ ഞാൻ ഒരു പുതിയൊരു രൂപാന്തരം, ഒരു പുതിയ വ്യക്തിത്വമായി അവിടെ മാറി. സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അതുവരെയും എന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക്. ഞാൻ എൻ്റെ അപ്പനും അമ്മയും റിയൽ ആയിട്ട് ഞാൻ സ്നേഹിച്ചിരുന്നില്ല. പക്ഷെ ആ യേശു എന്നിലേക്ക് കിടന്നു വന്നപ്പോൾ ഞാൻ അന്ന് രാത്രി എൻ്റെ മാതാപിതാക്കളെ കാണാനായിട്ട് ഞാൻ ഓടിച്ചെന്നു. അവരോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഈ രാത്രി ഇവിടെ കിടന്നു വന്നത് യേശു എൻ്റെ ജീവിതത്തിൽ കിടന്നു വന്നുകൊണ്ട്. അപ്പോ ഇനിയും ജീവിക്കുന്നത് ഈ യേശുവിന് വേണ്ടിയായിരിക്കും. അപ്പൊ എൻ്റെ പിതാവ് പറഞ്ഞു, മോനെ, നിനക്ക് യേശുവിനെ കിട്ടിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് യേശുവിനെ കിട്ടിയിട്ടില്ല. നീ യേശുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അതിനു വേണ്ടി ജീവിച്ചോ, പക്ഷെ ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട എന്നോട് പറഞ്ഞു. ഓക്കെ, എനിക്കതൊന്നും വിഷയമില്ല. പക്ഷെ ഇനി എന്നോട് അമ്പലത്തിൽ പോവാനോ മറ്റു പൂജാ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്നോട് പറയുകയും വേണ്ട, എന്നോട് അത് പ്രേരിപ്പിക്കുകയും വേണ്ട. ഞാൻ ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടിയായി. അങ്ങനെ ഞാൻ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയി. അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുമ്പോട്ട് പോയി. ഞാൻ പറഞ്ഞില്ല, അതുവരെയും വീടായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതിനുശേഷം ഞാൻ പിന്നെ പതുക്കെ, എനിക്ക് ഒരു ചെറിയ ജോലി കിട്ടിയതിനു ശേഷം ഞാൻ പിന്നെ വീട്ടിലേക്ക് പതുക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ദൈവം എന്നെ വീട്ടിലേക്ക് അങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വീടായിട്ട് പോയി വന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ പിതാവ് എന്നോട് പലപ്പോഴും പറഞ്ഞു, നീ യേശുവിനെ കറിഞ്ഞു പോയതൊക്കെ നല്ല കാര്യം, പക്ഷെ ഞങ്ങൾ ഇതിനകത്തിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഞങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതേമാതിരി തന്നെ പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ വീട്ടിലേക്ക് ബൈബിൾ വായിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. രാത്രി ഇവരെല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ നോക്കും, അന്നേരം ഇവരും സമ്മതിക്കത്തില്ല. അങ്ങനെ എല്ലാ രീതിയിലും എനിക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കി. അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളൊന്നും എനിക്ക് ആരാധനയ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാൻ പല നുണയൊക്കെ പറഞ്ഞിട്ടാണ് ആരാധനയ്ക്ക് പിന്നെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ദൈവത്തെ ആരാധിക്കാനും എല്ലാത്തിനും എനിക്കൊരു സ്വാതന്ത്ര്യം തരണം. അങ്ങനെ ദൈവം എനിക്കൊരു അവസരം തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടില് രാത്രി വരുമ്പോൾ എൻ്റെ അമ്മ നിലവിളക്കും കുറെ പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നി നാളെ എന്തോ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ പതിപോലെ ജോലിക്ക് ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് എൻ്റെ പിതാവ് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നും ഇവിടെ നിനക്ക് വേണ്ടി ഹോമവും കാര്യങ്ങളും ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എന്നോട് ഇത് പറയുന്നേ? എന്തായാലും വേണ്ടില്ല, നിനക്ക് വേണ്ടി ഇത് ഇവിടെ ചെയ്യുന്നത്. നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ഇന്ന് ഇവിടെ ബന്ധുക്കളും എല്ലാ ആളുകളും വരും, അവരുടെ മുന്നിൽ നീ എന്താണോ തീരുമാനിക്കുന്നത് അതോടെ പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. അങ്ങനെ പൂജാരി വന്നു, ജ്യോത്സ്യം വന്നു, എന്ന് വേണ്ട സകലരും വീട്ടിൽ വന്നു. എല്ലാവരും എന്നെ വിളിച്ചു അവിടെ ആ പരിപാടിക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ ആ ഒരു റൂമിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കണ്ട, ഞാൻ വരത്തില്ല. എല്ലാവരും വന്നു, പൂജാരി ജ്യോത്സ്യന് അവരൊക്കെ വന്ന് അവിടെ പൂജ ചെയ്യണം, ഇവിടെ പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വഴിപാട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞ് അവര് മേടിക്കാനുള്ള പൈസ മേടിച്ചിട്ട് അവരങ്ങ് പോയി. എന്നിട്ട് ബന്ധുമിത്രാദികളും എല്ലാവരും മുന്നിൽ വെച്ച് എന്നോട് ചോദിച്ചു, ഇനി എന്താണ് നീ അടുത്ത തീരുമാനം? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഇനി എൻ്റെ യേശുവിന് വേണ്ടിയായി. കാരണം എൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന ചരിത്രമൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ എങ്ങനെയായിരുന്നു, എൻ്റെ ജീവിതം ഒന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ ഈ യേശുവിന് വേണ്ടിയായിരിക്കും. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഇളയ അമ്മാച്ചൻ പറഞ്ഞു, നീ ഇത്ര നാളും ഇവര് ഇത്ര നാളും വളർത്തിയതിന്റെ പ്രതിഫലം കൊടുക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രതിഫലം കൊടുക്കണ്ടേ? അപ്പൊ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു വാഹനമുണ്ട്. അപ്പൊ വാഹനത്തിന്റെ താക്കോല് പിതാവ് മേടിച്ചു വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞു, അവിടെ ഒരു വാഹനം ഉണ്ടല്ലോ, അതങ്ങ് കയ്യിൽ വെച്ചു, അതുപോലെ പ്രതിഫലമായിട്ട് ഇപ്പോ അത് ഞാൻ അവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോവുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് എല്ലാത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
പിന്നെ ബാക്കിയുള്ള കാര്യത്തിൽ എന്നെ ഒന്നും ഒരു കാര്യത്തെ നിർബന്ധിക്കരുത് എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ പോയി ഞാൻ ചർച്ചിലായിരുന്നു, പാസ്റ്ററുടെ കൂടെയായിരുന്നു കുറച്ച് നാള്. അപ്പൊ ആ സമയത്ത് ഞാൻ സ്നാനപ്പെട്ടിട്ടൊന്നും ഉണ്ടായില്ല. 2009 ഞാൻ സ്നാനപ്പെടുന്നത്. പിന്നെയും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പഠിക്കണം എന്നൊക്കെ ചിന്ത വന്നു. ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തു, ഡിഗ്രി എടുത്തു. അങ്ങനെ എന്റെ പഠനവും കാര്യങ്ങളൊക്കെ അങ്ങനെ മുമ്പോട്ട് പോയി. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ആരോ എന്റെ അകത്ത് ഇങ്ങനെ പാസ്റ്റേ ഒരു സംസാരിക്കുന്നു. മിനിറ്റ് പാസ്റ്റേ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ടോ? അവരുടെ കൂടെ പോയി താമസിച്ചിട്ടുണ്ടോ? അതിനുശേഷം പിന്നെ ഞാൻ വീട്ടില് പിന്നെ ആ സമയത്തൊന്നും പോയില്ല. ആ പഠിച്ചതൊക്കെ എവിടാ? പാസ്റ്റർ വീട്ടിൽ കുറെയൊക്കെ നിന്നാന്നോ? കുറെയൊക്കെ ഞാൻ പഠിച്ചതൊക്കെ പിന്നെ ഇവിടെ ആലുവയില പഠിച്ചത്. അതാകുമ്പോൾ നമ്മുടെ ദൈവമക്കളുടെ കൂടെ തന്നെ നിന്നാന്നോ പഠിച്ചതുമൊക്കെ? സ്കൂൾ അതെ അതെ അതെ. ഓക്കെ. അതെ. കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പോ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വേലയൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ തന്നെ ഞാൻ എവിടെ പോയാലും എന്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും. ആ ബാഗിനകത്ത് ഒരു ബൈബിൾ ഉണ്ടാവും, പിന്നെ കുറച്ച് ട്രാക്റ്റും ഒക്കെ കാണും മിക്കപ്പോഴും. എവിടെ ചെന്നാലും ഒരു വാക്ക് യേശുവിനെ പരിചയപ്പെടുത്താതെ പോവാറില്ല. സ്തോത്രം. അങ്ങനെ എന്റെ ജീവിതയാത്ര അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, നീ എന്റെ വേലക്കാരനാണ്, നീ എന്റെ വേലയ്ക്ക് ഇറങ്ങും. അത് ഒരു മനുഷ്യനും ഇല്ല അവിടെ. ആ ശബ്ദം കേൾക്കാൻ ഞാൻ ഒന്നും കൂടെ വണ്ടി ഒന്ന് ബ്രേക്ക് ആക്കി അവിടെ ചവിട്ടിയിരുന്ന് ഒന്നുകൂടെ ശബ്ദം കേൾക്കുവാണ്, നീ എന്റെ വേലക്കാരനാണ്, നീ എന്റെ വേലയ്ക്ക് ഇറങ്ങും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, തീർച്ചയായും കർത്താവേ, അങ്ങ് പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ബൈബിൾ കോളേജിൽ പോകാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. സഭയിൽ ചെന്ന് പറഞ്ഞു. പാസ്റ്ററും ദൈവമക്കളൊക്കെ എനിക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ആലുവയിലാണ് ഞാൻ പഠിച്ചതൊക്കെ, ഡൂലോസ് ബൈബിൾ കോളേജിലാണ് എന്റെ പഠനമൊക്കെ പഠിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം, അവിടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുന്നു എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പലപ്പോഴും രാത്രിയാമങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് എന്ത് ചെയ്യും, എവിടെ പോകും, എങ്ങനെ വേല ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന 3-ാമത്തെ വർഷം എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നേരെ കണ്ണൂര് ഒരു ചിൽഡ്രൻസ് ഹോം ഉണ്ട്, ഷാരോന്റെ. അവിടെ പിന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് എന്നെ ദൈവം അയച്ചു. അങ്ങനെ 5 വർഷം അപ്പനില്ലാത്ത അമ്മയില്ലാത്ത പല കുഞ്ഞുങ്ങളുടെ അവരുടെ എല്ലാമായിട്ട് ഞാൻ അവിടെ മാറി. അന്ന് ആ സമയത്ത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എന്നാൽ ദൈവം 5 വർഷം കൊണ്ട് എന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചു. സ്തോത്രം. ആ സമയത്ത് 5 വർഷം പിന്നെ കഴിഞ്ഞിട്ട് ദൈവം എന്നോട് പറഞ്ഞു, ഇതല്ല ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നീ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞാൻ പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പിന്നെയും വന്നു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് പിന്നെ സഭാചാർജായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ ആ തലത്തിലേക്ക് എന്നെ മാറ്റി. അങ്ങനെ പല ചർച്ചിൽ എന്നെ പാസ്റ്റർമാരില്ലാത്ത ചർച്ചുകളിലേക്ക് എന്നെ വിട്ടു. കുറെ നാള് ഞാൻ അങ്ങനെ നാട്ടിലെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം ദൈവം എന്നോട് പറയാണ്, നീ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് തയ്യാറാകണമെന്ന് പറയുക. സ്തോത്രം. അപ്പൊ നോർത്ത് ഇന്ത്യയെ കുറിച്ചൊന്നും എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. പലരും പറയുന്നത് കേട്ടിട്ടുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ ഒരു ഹിന്ദി വായിക്കാനും എഴുതാനൊക്കെ അറിയാം. അതിൽ കൂടുതൽ അപ്പുറത്ത് നമുക്കൊന്നും അറിയത്തില്ല. എന്നാല് ഞാൻ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് എനിക്കൊരു പാസ്റ്ററുടെ വീട് താമസിക്കാൻ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ കുറച്ച് നാൾ അവിടെ പോയി ഒറ്റയ്ക്ക് താമസിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ ആദർശ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നും കടന്നു വന്നു, ഛത്തീസ്ഗഡിൽ നിന്ന് കടന്നു വന്നു. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുവാണ്. ഇദ്ദേഹം ആക്ച്വലി ഒരു മലയാളിയല്ല, അദ്ദേഹം ആക്ച്വലും ഒരു നേപ്പാളിക്കാരനാണ്. എന്നാൽ അദ്ദേഹം മലയാളം അറിയാം. അങ്ങനെ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നോർത്ത് ഇന്ത്യയുടെ വയലുകളൊക്കെ ഇങ്ങനെ വിളഞ്ഞു കിടക്കുകയാണ്, പിന്നെ പ്രാർത്ഥിച്ചു നോക്ക്, ദൈവഹിതമാണെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ പോയി കർത്താവിന്റെ വേല ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായും അത് ദൈവം എന്നോട് സംസാരിച്ച കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയില് അദ്ദേഹം അങ്ങ് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായി ഇടപെട്ടു, നീ എത്രയും പെട്ടെന്ന് പോവാനുള്ള കാര്യം നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനങ്ങൾ ഉറച്ചു. അങ്ങനെ ഛത്തീസ്ഗഡിലേക്ക് തന്നെ പോകാനായിട്ട് ദൈവനിയോഗം ഉണ്ടായി. അങ്ങനെ ഞാൻ ആ വന്ന ദൈവദാസനോട് പറഞ്ഞു, അതിനെന്താ പോരെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ പോയി. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ഭാഷ അറിയത്തില്ല.
അങ്ങനെ 6 മാസം കൊണ്ട് ദൈവം എന്നെ ഭാഷ പഠിപ്പിച്ചു. അതിനുശേഷം എനിക്കൊരു ചർച്ച് കിട്ടി. ഞാൻ ചെന്ന സമയത്തൊക്കെ മലയാളത്തിലായിരുന്നു പ്രസംഗിക്കുന്ന, മലയാളം അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ഇതിലായിരുന്നു പ്രസംഗവും കാര്യങ്ങളൊക്കെ. എന്നാൽ സ്തോത്രം, ദൈവം എന്നെ പല രീതികളിൽ അവിടെ ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം, ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അടയാളങ്ങളൊക്കെ കാണാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. സ്തോത്രം, ഞാൻ പണ്ടിങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു കാടിനകത്ത് കയറി ഇങ്ങനെ ഇങ്ങനെ പൊട്ടനെ പോലെ ഞാനിങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പോ അതിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ജനം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. സ്തോത്രം, അത് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നോർത്ത് ഇന്ത്യ ചെന്നപ്പോ ആ കാഴ്ച ദൈവം എന്നെ കാണിച്ചു തന്നു. സ്തോത്രം, അപ്പോൾ അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, ആമേൻ, ദൈവം വെളിപ്പെടുത്തിയത് ഇതിനു വേണ്ടിയായിരുന്നു. ആമേൻ. അപ്പൊ അവിടെയെല്ലാം ആ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ ദൈവം ഇടയാക്കി. അതിനെല്ലാം ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് അവിടെ ഒരു പാസ്റ്റർ നോർത്ത് ഇന്ത്യയിൽ അവിടെ ഛത്തീസ്ഗഡിൽ ഒത്തിരി അത്ഭുതങ്ങൾ കാണാനൊക്കെ ഇടയായെന്ന് പറഞ്ഞല്ലോ. അപ്പം പാസ്റ്റർ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് പറഞ്ഞാലോ, 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞാലോ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു അനുഗ്രഹമാകുമല്ലോ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെന്നപ്പോ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ മലയാളത്തില് പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് രോഗികൾക്ക് സൗഖ്യമുണ്ടായി. ഒരു കുഞ്ഞ് എന്താ പറയുന്നേ, ഒരു കുഞ്ഞിനെ എന്താ എടുത്തുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു. ഒരുപാട് പാസ്റ്റർമാര്, ദൈവദാസന്മാര് ഇരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ വിളിച്ചുകൊണ്ടിട്ട് പ്രാർത്ഥിച്ചു. അത് മലയാളത്തില് ശുശ്രൂഷിച്ചു, പ്രാർത്ഥിക്കാനിടയായി. അവിടെ അന്നേരം ഒരു അത്ഭുതം ആ കുഞ്ഞിന് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം, അങ്ങനെ ഒരുപാട് മിറക്കിൾസ് ദൈവം അവിടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇടയായി. സ്തോത്രം, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷം എനിക്ക് അവിടെ ഒരു ചർച്ച് കിട്ടിയപ്പോൾ ഞാനൊരു 40 days ദൈവസന്നിധിയിൽ ഉപവസിക്കാനായിട്ട് ദൈവം എനിക്കൊരു നിയോഗം തന്നു. ചർച്ചിന് വേണ്ടി. ഞാൻ പറഞ്ഞ അന്നേരം ആ സമയത്ത് എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അതിനു വേണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എനിക്കൊരു പെങ്കൊച്ചിനെ കാണിച്ചു തന്നു. സത്യത്തിൽ എനിക്ക് കേരളത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ ശ്രോത്ര, അവിടത്തുകാരിയായ ഒരു പെങ്കൊച്ചിനെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ പാസ്റ്ററുടെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം എനിക്ക് ഇങ്ങനെ ഒരാളെ കാണിച്ചു തന്നു കല്യാണം കഴിക്കാനായിട്ട്, നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പോയി സംസാരിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് നാളെ ഭാരമായി തീരും. ഞാനൊരു രോഗിയാണ്, ഡോക്ടർ എനിക്ക് 6 മാസമാണ് വിധി എഴുതിയേക്കുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല, ദൈവം എന്നോട് എന്താണോ പറഞ്ഞ് അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ എല്ലാത്തിനും ഓക്കെയാന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സമ്മതിച്ചില്ല. പിന്നോട് ഞാൻ ഈ 40 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഈ പെങ്കൊച്ചിനോട് ഇടപെട്ടു, അവരുടെ മാതാപിതാക്കളോടും ഇടപെട്ടു. കാരണം എന്റെ സ്വഭാവം അറിയത്തില്ല, എന്റെ സ്ഥലം അറിയത്തില്ല, എന്റെ ക്യാരക്ടർ എന്താണ്, എന്റെ ഒന്നും അറിയില്ല. പക്ഷെ ദൈവം സംസാരിച്ചു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഇവരാ കല്യാണത്തിന് തീരുമാനമെടുത്തു. സ്തോത്രം. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഛത്തീസ്ഗഡിൽ കൊണ്ടുപോയ ആ പ്രിയപ്പെട്ടവർ പോലും എന്താണ് ഇതിനകത്തൊന്ന് അവരൊന്നും ഇൻവോൾവ് ആയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനകത്ത് എല്ലാ കാര്യം എടുത്തത്. കാരണം ഡോക്ടർ വിധി എഴുതിയതല്ലേ, ഇനി ഇത് ജീവിച്ച് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ അവര് ഇത് ഏറ്റെടുക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്ത് ആരും ഇതിനകത്തൊരു സപ്പോർട്ട് തന്നില്ല. ഞാനതൊന്നും വിഷയമാക്കിയില്ല. പക്ഷെ ദൈവം അവിടെ എല്ലാം എന്നെ ബലപ്പെടുത്തി. ദൈവം എന്നെ ഒരുപാട് അത്ഭുത കുത്തിക്കൂടെ കൊണ്ടുപോയി. സ്തോത്രം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സ്തോത്രം, കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് 1 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ആദ്യം ഒരു മോനെ തന്നു. പിന്നീട് അടുത്ത വർഷത്തില് അടുത്തൊരു മോനെ കൂടെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. അങ്ങനെ ഞങ്ങളെ 2 പേരെ ദൈവം ആ ഛത്തീസ്ഗഡിന്റെ ദേശത്ത് അത്ഭുതമായിട്ട് ഹല്ലേലൂയ ദൈവം ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മലയാളി ആയതുകൊണ്ട് അവിടെ ചെന്നതുകൊണ്ടും ഞാൻ നോർത്ത് ഇന്ത്യക്കാരെ കല്യാണം കഴിച്ചതുകൊണ്ട് ആളുകൾക്കൊക്കെ ഒരുപാട് ചിന്തയുണ്ട്, ഇദ്ദേഹം ഭയങ്കര ഒരു കാശുകാരനാണെന്നും എന്ന് വേണ്ട, ഇദ്ദേഹത്തിന്റെ കയ്യില് ഒരുപാട് ധനസമ്പത്തൊക്കെ ഉണ്ടെന്നാണ് പലരും ചിന്തിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ഇവരുടെ വീട്ടിൽ എന്ന് കാലുകുത്തിയോ അന്ന് മുതല് ഇവരുടെ വീട്ടിന് എല്ലാ മേഖലകളും മാറ്റം വരാൻ തുടങ്ങി. ഇവർക്ക് നല്ലൊരു വീടുണ്ടായിരുന്നില്ല. ആമേൻ. എന്താ പറയുക, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ചെന്ന് ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, ദൈവമേ, ഇവിടെ ഒന്നിനും ഇവർക്കൊരു മുട്ടുണ്ടാകരുത്, ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. 1 വർഷത്തിനുള്ളിൽ എല്ലാം
മേഖലകളും ദൈവം അവർക്ക് മാറ്റിക്കൊടുക്കും. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആമേൻ. എന്താണ്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവം നമ്മളെ എവിടെയെങ്കിലും അയച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ഒരു സ്ഥലത്തും പരാജയപ്പെടത്തില്ല. നമ്മള് വിശ്വസ്തയോടെ നിന്നാൽ എവിടെയൊക്കെയാണോ ദൈവം നമ്മളെ മാനിക്കേണ്ടത് അവിടെ എല്ലാം നമുക്ക് ആ മാന്യത ദൈവം ഒരുക്കി തരും. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഭവനത്തിൽ നിന്ന് ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പൊ എന്റെ ഈ കല്യാണത്തിന് മുമ്പ് വരെയും എന്റെ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒരു ക്രിസ്ത്യാനി പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ വീട്ടിൽ വരാമെന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരു ഹാർട്ടിന് ഒരു പ്രോബ്ലം വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായ സമയം ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം, അത് എങ്ങനെയുള്ള പെങ്കുച്ചിന് വേണ്ടി നീ കല്യാണം കഴിച്ചു, എനിക്കൊരു പ്രശ്നവുമില്ല. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, എന്റെ മാതാവ് അതിനു വേണ്ടി സമ്മതിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കല്യാണം എല്ലാം ദൈവത്തിന്റെ നിയോഗമാണ്. അപ്പോൾ അവിടെ മുതല് സ്തോത്രം, എന്നെ ദൈവം ഓരോ മേഖലകളിലേക്ക് മാറ്റാൻ തുടങ്ങി. ഇന്ന് എന്റെ ഭവനത്തിൽ ചെന്നാൽ, ഞങ്ങൾ കുടുംബമായിട്ട് ചെന്നാൽ ഞങ്ങളെ എത്രയോ കാര്യത്തോടെയാണ് സൽക്കരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന. ഒരു വിശ്വാസത്തിലല്ല എങ്കിൽ പോലും ഭയങ്കര കാര്യമാണ് ഞങ്ങൾ ചെന്നാൽ. സ്തോത്രം. അങ്ങനെ ഓരോ രീതികളിൽ കൂടെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. ഞങ്ങളെ ഛത്തീസ്ഗഡിൽ നിന്ന് പിന്നെ കർത്താവ് ഞങ്ങൾക്ക് മറ്റൊരു നിയോഗം തന്നു. എത്രയും പെട്ടെന്ന് ഇനി ഛത്തീസ്ഗഡിൽ നിന്ന് മാറി മഹാരാഷ്ട്രയില് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ വരുന്നത്. മഹാരാഷ്ട്രയിൽ എവിടെ പോകുന്നത്, എങ്ങനെ പോകണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഈ റൂട്ടിൽ കൂടെ ഞങ്ങൾ പല പ്രാവശ്യവും പോയിട്ടുണ്ട്. സ്തോത്രം. ഈ ബെല്ലാർഷ എന്ന് പറയുന്ന സ്ഥലത്തേക്കൂടെ പല പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകും, ഇതിലേ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഒരു വേല ഉണ്ടെന്നോ ഇവിടെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നാക്കുമെന്നൊന്നും ഒരിക്കൽ പോലും ഞങ്ങൾ ചിന്തിച്ചതല്ല. സ്തോത്രം. എന്നാൽ ദൈവം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ഒറ്റയ്ക്കാക്കി. ഒരുപാട് അപമാനങ്ങൾ, ഒരുപാട് പലരിൽ നിന്ന് ഞങ്ങൾക്ക് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായി. പലരും ഞങ്ങളെ ഉപദ്രവിക്കും, തല്ലും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണി മുടക്കി. എന്നാൽ അവിടെ ഒന്നും ദൈവം ഇടയാക്കാതെ ദൈവം ഞങ്ങളെ ഓരോ തലത്തിൽ കൂടെ കിടത്തി വിട്ടു. ദൈവം അത്ഭുതകരമായിട്ട് ഈ ബെല്ലാർഷയുടെ മണ്ണിൽ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, എന്റെ ഭാര്യ ഒരു രോഗിയായിരുന്നു. ഇന്ന് അവളെയും ദൈവശക്തമായിട്ട് ഹല്ലേലൂയ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. മീറ്റിങ്ങുകളുടെ തിരക്കായിട്ട് ഇങ്ങനെ പല സ്ഥലത്തേക്കൂടെ ദൈവം കൊണ്ടുപോകുന്നു എന്ന് വേണ്ട, ഞങ്ങളെ രണ്ടുപേരെയും പല രീതിയിൽ കൂടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. അപ്പോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് ഒരിക്കലും നഷ്ടമല്ല. ഇത് വലിയൊരു ലാഭമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും കണ്ടുകൊണ്ടല്ല, ആരെയും ഒന്നും ഹെൽപ്പ് ചെയ്യുന്നു ഓർത്തുകൊണ്ടുമല്ല. ദൈവമാണ് വിളിച്ചത്. അതുകൊണ്ട് ദൈവം പോറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ടെന്നാണല്ലോ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ഭാഗ്യമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നത്. ഈ ലോകത്തില് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ആര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, ഒരു ദിവസം ഇവരെല്ലാം നമ്മളെ വിട്ടു മാറിപ്പോകും. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്നും ബെല്ലാർഷയിൽ ദൈവം ഞങ്ങളെ അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെ കൊണ്ട് നടത്തുന്നു. അത്ഭുതകരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവം എന്നോട് പറഞ്ഞ്, നീ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാന് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു. സ്തോത്രം. അത് എനിക്ക് ഒരുപാട് വിവരിക്കാനോ വർണ്ണിക്കാനോ ഒന്നും എനിക്ക് ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരോടും സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഫ്യൂച്ചറിൽ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ അത് അധികം ഒന്നും പ്രാർത്ഥിച്ചില്ല, ഞാൻ അങ്ങനെ വിട്ടു. എന്നാൽ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ദൈവം പറയുന്നത്, നീ ഒരു മിനിസ്ട്രി തുടങ്ങാനായിട്ട് പറയും. അങ്ങനെയാണ് ഇമ്മാനുവൽ പ്രയർ മിനിസ്ട്രി എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങി. ഇന്ന് പല രീതികളിലേക്ക് അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അനേക സ്റ്റേറ്റിൽ നിന്ന് അനേകര് ആ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നു. ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് കണക്ഷൻസ് എന്ന് വേണ്ട ദൈവം പല രീതികളിൽ കൂടെ ഞങ്ങളെ നടത്തുന്നു.
ആമേൻ. സ്തോത്രം. വലിയൊരു പ്രോജക്റ്റ് വർക്കാണ് ദൈവം ഞങ്ങൾക്ക് തന്നേക്കുന്നത്. സ്തോത്രം. അത് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അനേകർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ദൈവം വിളിച്ചതിനെല്ലാം ഒരുപാട് ഉദ്ദേശവും പദ്ധതിയുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് വിളിച്ചതിനും അതിനകത്തും ദൈവത്തിന്റെ ഉദ്ദേശവും പദ്ധതിയുണ്ട്. ഇന്നും ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ അനുഗ്രഹവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കിട്ടിയത് വളരെ ഭാഗ്യം തന്നെയാണ്. അതായത് വചനം എങ്ങനെയാണല്ലോ പറയുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കാൻ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോ ആ മരിക്കാൻ പോയ എന്നെ എന്ത് ചെയ്തു? ദൈവം നേരത്തെ അമ്മയുടെ ഉദരത്തിൽ എന്ത് ചെയ്തു? കണ്ടിരുന്നു. എന്നെ പേർ ചൊല്ലി വിളിച്ചിരുന്നു. സ്തോത്രം. ആ ദൈവം ഹല്ലേലൂയ എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരിക്കലും പെരുവഴിയിൽ ഇട്ടിട്ട് പോകാൻ വേണ്ടിയല്ല. ആ ദൈവത്തിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആ ദൈവത്തിന് ഒരുപാട് പദ്ധതികളുണ്ട്. അതുകൊണ്ട് ഇന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി നമ്മളെ കൊണ്ട്, യോഗ്യതയില്ലാത്ത നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞ് 49-ന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യെശയ്യാവ് 49-ന്റെ 15-ൽ പറയുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്തോത്രം. അപ്പൊ നോക്കിയേ, തന്റെ സ്വന്തം പെറ്റ അമ്മ പോലും ഒരുപക്ഷെ മറന്നേക്കാം. ആരെല്ലാം മറന്നാലും സ്തോത്രം, നമ്മളെ കൈവിടാത്ത, നമ്മളെ ഉപേക്ഷിക്കാത്ത, ഇന്നും നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കണ്ണുനീരോടെ കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ ഞാൻ ആ കണ്ണുനീരിന്റെ മുമ്പിൽ അവരോട് കൂടെ നിന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നിവിടെ എത്തത്തില്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു. സ്തോത്രം. പക്ഷെ അതൊന്നും നോക്കാതെ ആ ദൈവത്തിന്, ആ അപ്പന്റെ ആ സന്നിധിയിലേക്ക് ഓടിയെത്തുവാൻ, ഓ ഹല്ലേലൂയ, അങ്ങനെ ആയിത്തീരാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോ ആ ഒറ്റയ്ക്കുള്ള അനുഭവങ്ങളും തിക്തമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അവസരങ്ങളാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ, എന്നെ കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, ഏത് ജോലിയാ ചെയ്യുന്നത്, എങ്ങനെയുള്ള ജോലിയാ ചെയ്യുന്നത്, എവിടെ എത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഞാന് ഒരു എന്താ പറയുക, യേശുവിനെ അറിഞ്ഞ് ഒരു സുവിശേഷ വേലയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സുവിശേഷ വേലയോ? അല്ലാതെ വേറെ നല്ല ജോലിയൊന്നും നിനക്ക് കിട്ടിയില്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, ഇതിൽ നല്ല ജോലി ഇനി എങ്ങും കിട്ടാനില്ല. നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ ഇതിൽ കൂടെ നല്ലൊരു ജോലി ഇനി എങ്ങും കിട്ടാനില്ല. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ യേശുവിനെ അറിയാൻ പറ്റിയത് ഈ ഉലകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്തിനേക്കാളും നല്ലൊരു ജോലി എന്ന് പറയുന്ന ഈ ജോലിയാണ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എവിടെ ചെന്നാലും അല്ലെങ്കിൽ നമ്മുടെ ഈ അധികാരമൊക്കെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഓ ഹല്ലേലൂയ, ഇവിടുത്തെ എന്താ പറയുന്നത്, ഇവിടുത്തെ നമ്മുടെ അംബാസഡേഴ്സിനേക്കാളും ഒക്കെ വലിയൊരു പദവി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചാൽ രോഗം മാറും. നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താ മാറില്ലാത്ത, എന്താ നടക്കില്ലാത്ത? സ്തോത്രം. ഇത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട പദവി ആമേൻ എവിടെയാ കിട്ടുന്നേ? സ്തോത്രം. അപ്പോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ നമ്മൾ ഓരോ ദിവസം ഓരോ തലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ജോയ്സ് ടിവിയിൽ ഒന്നും ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ എന്റെ സാക്ഷ്യം പറയുന്നു ഒന്നും ഞാൻ ചിന്തിച്ചതല്ല. ഇതൊക്കെ ദൈവം ഒരുക്കി തന്ന മുഖാന്തരങ്ങളാണ്. അതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിന്റെ ദാസിയോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. ആമേൻ. കർത്താവ് നമ്മൾ ഇതിനൊക്കെ മുമ്പ് കണ്ടിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇവിടെ എത്തുമെന്നും അല്ലെങ്കിൽ ബെല്ലാർഷയിലൊക്കെ ഇതിലൂടെ എന്നും ഞങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും വന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്വപ്നോ ദർശനോ വിഷനോ ഒന്നുമില്ലായിരുന്നു. സ്തോത്രം. ദൈവം അയക്കുന്ന എവിടെയാണ് അവിടെ പോയി വേല ചെയ്യുന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ ഹല്ലേലൂയ ആമേൻ, ഇവിടെ ഒരു ബന്ധമോ ഒരു കണക്ഷനോ ഒന്നുമില്ല. പക്ഷെ അത്ഭുതകരമായിട്ട് ദൈവം ഓരോ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് ഒരിക്കലും നഷ്ടമല്ല, ലാഭമായിട്ടേ തീർന്നിട്ടുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകര് അല്ലെങ്കിൽ എന്നെ അറിയുന്ന ഇനി പ്രേക്ഷകരൊക്കെ ഉണ്ടാകും. അവർക്കോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്നേഹിത, യേശു വന്നത് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയല്ല. നിങ്ങൾ യേശുവിനെ അറിയാതെ പോകരുത്. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ ആമേൻ ഹല്ലേലൂയ, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ കിട്ടുന്ന സമയം അല്ലെങ്കിൽ എൻ്റെ വാക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും
രീതിയിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ പോലും നിങ്ങൾ മറ്റുള്ള മേഖലയിലേക്ക് ഒന്നും ചിന്തിക്കാതെ ഈ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഇത്ര നേരം സമയം തന്ന ഈ ജോയിസ് ടിവിയോട്, പ്രേക്ഷകരോട്, പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനോട്, ദാസിയോട് എല്ലാവരും ക്രിസ്തു യേശുവിൽ എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ പിന്നെയും ദൈവമാക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കുവാൻ കർത്താവ് ദേവദാസനെ കുടുംബമായി സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ, ഹല്ലേലൂയ, ഈ ജോയിസ് ടിവിയോടുള്ള ബന്ധത്തില് ആമേൻ എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം ഉണ്ടായല്ലോ. ആമേൻ. കർത്താവെ, ആ സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ കരം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണം. എല്ലാവരും കർത്താവിന്റെ മക്കളും ഹല്ലേലൂയ അവകാശികളും ഒക്കെ ആക്കി ദൈവം മാറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ജോയിസ് ടിവി എല്ലാവർക്കും ഒരു അനുഗ്രഹവും വിടുതലുമാക്കി മാറ്റണം. അങ്ങയുടെ ദാസനെ, ദാസിയും അവർക്ക് കൊടുത്ത വിഷൻ എല്ലാം വളരെ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമാകട്ടെ കർത്താവെ. ഇതൊരു അനുഗ്രഹത്തിലേക്ക് പോകട്ടെ കർത്താവ്. അനേകർക്ക് ഒരു വിടുതലും ആശ്വാസമായി തീരട്ടെ കർത്താവെ. ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.